നമസ്കാരം. പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ എങ്ങനെ പ്രവർത്തിക്കണം എന്നാണ് ജനങ്ങൾ ആഗ്രഹിക്കുന്നത്, സഖാക്കൾ ആഗ്രഹിക്കുന്നത്. എങ്ങനെ പ്രവർത്തിച്ചാൽ മുഖ്യമന്ത്രി വി.ഡി. സതീശനെയും UDF-നെയും ജനങ്ങൾക്ക് മുമ്പിൽ തുറന്നു കാട്ടി ആ സർക്കാരിനെ താഴെ ഇറക്കാൻ പറ്റും എന്നതിനെ പറ്റിയാണ് ഇന്നത്തെ വാർത്ത. ആദ്യം തന്നെ പ്രതിപക്ഷ നേതാവ് ചെയ്യേണ്ട ഒരു കാര്യം എല്ലാ വിഷയങ്ങളിലും മാധ്യമങ്ങളെ കാണുക എന്നുള്ളതാണ്. ഞാൻ 10 കാര്യങ്ങൾ പറയും. 10 കാര്യങ്ങളും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. അതായത് മാധ്യമങ്ങളെ കാണുക. നമ്മുടെ മുഖ്യമന്ത്രി വി.ഡി. സതീശൻ ഓരോ വാർത്താ സമ്മേളനത്തിലും പറയുന്നത് നിരവധി നുണകളാണ്. പ്രതിപക്ഷ നേതാവായിരുന്ന സമയത്ത് അദ്ദേഹം പറഞ്ഞതുപോലുള്ള നുണകൾ അദ്ദേഹം മുഖ്യമന്ത്രി കസേരയിൽ ഇരിക്കുമ്പോഴും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോ അത് പൊളിക്കാൻ ഏറ്റവും വലിയ മാർഗം എന്ന് പറയുന്നത് പിണറായി വിജയൻ മാധ്യമങ്ങളെ കണ്ട് ആ നുണകൾ ഓരോന്നോരോന്നായി പൊളിച്ചടക്കി ആ വിഷയം മാധ്യമങ്ങളുടെ മുമ്പിൽ വിശദീകരിച്ച് സതീശനെയും സർക്കാരിനെയും അവരുടെ ഇരട്ടത്താപ്പിനെയും ഒക്കെ തുറന്നു കാട്ടുക എന്നുള്ളതാണ്. മാധ്യമങ്ങൾ എന്ന് പറയുന്നത് പ്രതിപക്ഷത്തിന് എക്കാലത്തും കരുത്ത് തന്നെയാണ്. മാധ്യമങ്ങൾ പ്രതിപക്ഷത്തിന് നൽകുന്ന കരുത്ത് ചെറുതൊന്നുമല്ല. പ്രത്യേകിച്ച് പ്രതിപക്ഷ നേതാവ് മാധ്യമങ്ങളെ കണ്ട് ഇത്തരം കാര്യങ്ങൾ വിശദീകരിക്കുമ്പോൾ സ്വാഭാവികമായും കേരളത്തിലെ ജനങ്ങൾ പ്രതിപക്ഷ നേതാവിന് നൽകുന്ന പിന്തുണ എന്ന് പറയുന്നത് വലിയ 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 പിന്തുണയാണ്. അത് മാക്സിമം പിണറായി വിജയൻ ഉപയോഗപ്പെടുത്തുക എന്നുള്ളതാണ്. മാധ്യമങ്ങളുടെ ഒരു പിന്തുണയില്ലാതെ, മാധ്യമങ്ങൾക്ക് മുമ്പിൽ ഇതൊന്നും വിശദീകരിക്കാതെ പ്രതിപക്ഷത്തിന് ഒരു രീതിയിലും സർക്കാരിനെയോ വി.ഡി. സതീശനെയോ തുറന്നു കാട്ടാൻ കഴിയില്ല എന്ന വസ്തുത ആദ്യം തന്നെ തിരിച്ചറിയുക എന്നുള്ളതാണ്. ഇടത് മാധ്യമങ്ങൾ ഒരുപാടുണ്ടല്ലോ. അതുപോലെ തന്നെ ഇടത് അനുകൂലമായിട്ടുള്ള ഓൺലൈൻ ചാനലുകൾ, അങ്ങനെ നിരവധി ചാനലുകളൊക്കെയുണ്ട്. അത്തരം ചാനലുകളെയൊക്കെ വലിയ രീതിയിൽ തന്നെ ഒന്ന് ഓണാക്കി അത്തരം മാധ്യമങ്ങളിലൂടെയൊക്കെ ഈ ഇടതുപക്ഷം വലതുപക്ഷ സർക്കാരിന്റെ നുണകൾ പൊളിച്ചടക്കാൻ വേണ്ടി മുൻകൈ എടുക്കേണ്ടതുണ്ട് എന്നത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. രണ്ടാമത്തെ പ്രധാനപ്പെട്ട കാര്യം എന്താണ്? ഇനി കുറച്ച് വിഷയങ്ങളിൽ ഈ പ്രതിപക്ഷ നേതാവ് ഇടപെടേണ്ടതുണ്ട്, പെട്ടെന്ന് ഇടപെടേണ്ടതുണ്ട്. അതൊക്കെയാണ് പറയാൻ പോകുന്നത്. ആദ്യത്തെ കാര്യം, ഇന്നലെ മന്ത്രിസഭാ യോഗം കഴിഞ്ഞ ശേഷം വി.ഡി. സതീശൻ മുഖ്യമന്ത്രി മാധ്യമങ്ങളെ കണ്ടു. ഈ വഖഫ് വിഷയവുമായി ബന്ധപ്പെട്ട് മാധ്യമങ്ങൾ ചോദ്യം ചോദിക്കുന്നുണ്ട്. ഇന്നലെ ദീപികയൊക്കെ സതീശന്റെ ഇരട്ടത്താപ്പിനെതിരെയൊക്കെ ശക്തമായിട്ട് മുഖപ്രസംഗം എഴുതിയിട്ടുണ്ട്. അപ്പൊ അതുമായിട്ട് മാധ്യമങ്ങൾ ചോദ്യം ചോദിച്ചപ്പോൾ ഈ വഖഫ് ബോർഡിനെ പഴിചാരി കൈ കഴുകുന്ന മുഖ്യമന്ത്രിയാണ് നമ്മൾ അവിടെ കണ്ടത്. 10 മിനിറ്റ് കൊണ്ട് ഈ വിഷയം പരിഹരിക്കാൻ കഴിയുന്ന ഒരു വിഷയമാണെന്ന് അവിടെ പോയി പ്രസംഗിച്ച വ്യക്തിയാണ്. ഇത് പ്രതിപക്ഷ നേതാവായിരുന്ന സമയത്ത് അവിടെ പോയി പ്രസംഗിച്ച വ്യക്തിയാണ് വി.ഡി. സതീശൻ. വി.ഡി. സതീശൻ മുഖ്യമന്ത്രിയാകുമ്പോൾ മുനമ്പത്തെ ജനങ്ങളെ പറ്റിക്കുകയാണ്. മുനമ്പം ഭൂമി പ്രശ്നത്തിൽ അവരെ പറഞ്ഞു പറ്റിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ആ ഒരു പ്രതികരണത്തിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അത്തരം പ്രതികരണം നടത്തി കഴിഞ്ഞാൽ വിത്തിൻ സെക്കൻഡ് അവിടെ പ്രതിപക്ഷ നേതാവ് മാധ്യമങ്ങളെ കാണണം, അത് തുറന്നു കാട്ടണം. ഒപ്പം ഈ വി.ഡി. സതീശൻ അന്ന് നടത്തിയ ആ ഒരു പ്രസംഗം കൂടി കാട്ടേണ്ടത് അനിവാര്യമാണ്. അങ്ങനെ ചെയ്താൽ വലിയൊരു കയ്യടി കിട്ടും പ്രതിപക്ഷ നേതാവിന് എന്നുള്ളതാണ്. ഒപ്പം അവിടെ മുഖ്യമന്ത്രിയുടെ നുണകൾ തുറന്നു കാട്ടാനും കഴിയും. ഇനി രണ്ടാമത്തെ പ്രധാനപ്പെട്ട വിഷയം എന്താണ്? അത് വേറൊന്നുമല്ല. ഇവ കഴിഞ്ഞ ദിവസം ഈ KSU പിള്ളേര് SFI നടത്തിയ ഒരു ആഹ്ലാദ പ്രകടനത്തിനെതിരെ കല്ലേറ് നടത്തി. അതായത് സെനറ്റിൽ ഉണ്ടായ വലിയ മഹാവിജയത്തെ തുടർന്ന് SFI പിള്ളേർ അവിടെ വലിയൊരു ആഹ്ലാദ പ്രകടനം നടത്തുകയാണ്. അതിന് നേരെ വെറിപൂണ്ട KSU പ്രവർത്തകർ കല്ലേറ് നടത്തുന്നു. നിരവധി ആളുകൾക്ക്, അതായത് SFIയുടെ പ്രധാനപ്പെട്ട നേതാക്കൾക്കൊക്കെ വലിയ പരിക്ക് പറ്റുന്നു. ശേഷം ഈ SFI പിള്ളേർക്കെതിരെ കേസെടുക്കുന്ന സാഹചര്യം ഉണ്ടായി. അത്തരം സന്ദർഭങ്ങളിൽ പ്രതിപക്ഷ നേതാവ് പെട്ടെന്ന് തന്നെ ആ ആശുപത്രി സന്ദർശിക്കാനും അവരെ ആ SFIയുടെ നേതാക്കളെ സന്ദർശിക്കാനും അവർക്കൊപ്പം നിന്ന് ഒരു ബൈറ്റ് മാധ്യമങ്ങൾക്ക് കൊടുക്കാനും ഒക്കെ തയ്യാറായാൽ അത് നൽകുന്ന ഊർജം ചെറുതൊന്നുമല്ല. വിദ്യാർത്ഥികൾക്ക് നേരെ നടത്തുന്ന UDF-ന്റെ പോലീസ് രാജിനെതിരെ, നരനായാട്ടിനെതിരെ പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ മാധ്യമങ്ങളിലൂടെ അതിനെതിരെ ആഞ്ഞടിച്ചാൽ അത് സഖാക്കൾക്കും പ്രതിപക്ഷത്തിന് നൽകുന്ന ഊർജവും കരുത്തുമൊക്കെ ചെറുതൊന്നുമല്ല എന്ന കാര്യം പറഞ്ഞു വെക്കുകയാണ്. പ്രതിപക്ഷ നേതാവ് ഇത്തരം സന്ദർഭങ്ങൾ ഉണ്ടാകുമ്പോൾ പെട്ടെന്ന് തന്നെ അത്തരം വിഷയങ്ങൾ ഓടിയെത്താനുള്ള ഒരു ശ്രമം നടത്തണം. നമ്മുടെ ഏതെങ്കിലും സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലൊന്നും അതിനെതിരെ എന്തെങ്കിലും അപലപിച്ച് എഴുതിയിട്ടിട്ട് കാര്യമില്ല. ഇന്നിപ്പോ MP ഗോവിന്ദൻ മാഷും അതുപോലെ തന്നെ ശിവൻകുട്ടിയും ഒക്കെ അവിടെ പോയി അവരെ കാണുന്ന കാഴ്ചയൊക്കെ കണ്ടു. സ്വാഭാവികമായും അവരെക്കാൾ മുന്നേ ഓടിയെത്തേണ്ട ആള് പ്രതിപക്ഷ നേതാവ് തന്നെയാണ്. ഇനി മൂന്നാമത്തെ കാര്യം എന്താണ്? പാരിയത്തുകാവുമായി ബന്ധപ്പെട്ടുള്ള വിഷയമാണ്. ഇന്ന് കേരളം മുഴുവൻ ചർച്ച ചെയ്യുന്ന ഒരു വിഷയമാണ്. ജനിച്ച മണ്ണിൽ അന്തി ഉറങ്ങുന്നതിന് വേണ്ടി അവർ വലിയ രീതിയിൽ തന്നെ സമരം ചെയ്യുകയാണ്. എന്നാൽ സർക്കാരിന്റെയും സ്ഥലം MLA-യുടെ ഒക്കെ നിലപാട് അവർക്ക് എതിരെ നിൽക്കുന്ന നിലപാടാണെന്ന് ഇന്നത്തെ പ്രതികരണങ്ങളിൽ നിന്നൊക്കെ തന്നെ നമുക്ക് വ്യക്തമാകുന്ന സാഹചര്യം ഉണ്ടായി. ഇപ്പോൾ ഇടതുപക്ഷമാണ് അവർക്ക് കരുത്ത് നൽകിക്കൊണ്ട് ഇന്നും അന്നും ഒക്കെ ആ സമരത്തിന് ശക്തി പകർന്നുകൊണ്ട് അവരെ അവിടെ നിന്ന് കുടിയൊഴിപ്പിക്കാതിരിക്കാനുള്ള എല്ലാ ശ്രമങ്ങളും നടത്തിക്കൊണ്ട് കൂടെ നിൽക്കുന്നത് സഖാക്കളാണ്. അപ്പൊ കഴിഞ്ഞ ദിവസം അവിടേക്ക് MP ഗോവിന്ദൻ മാഷ് എത്തുന്ന കാഴ്ച കണ്ടു. ഇത്തരം സന്ദർഭങ്ങൾ ഉണ്ടാകുമ്പോൾ ആദ്യം എത്തേണ്ടത് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയനാണ് എന്നതാണ് ഞാൻ പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം. MP ഗോവിന്ദൻ മാഷ് വന്നത് നല്ലത് തന്നെ.
എല്ലാ നേതാക്കളും വരുന്നതൊക്കെ നല്ലത് തന്നെ. പക്ഷെ പ്രതിപക്ഷ നേതാവ് അങ്ങോട്ടേക്ക് വരുന്നതോടുകൂടി തന്നെ അതിന്റെ സ്ട്രക്ചർ മാറും. ആ വാർത്ത വലിയ രീതിയിൽ തന്നെ ഒരു ജനങ്ങൾ ഏറ്റെടുക്കുന്ന നിലയിലേക്ക് വരും. മാത്രമല്ല പ്രതിപക്ഷ നേതാവ് അവിടെ നിന്ന് നടത്തുന്ന പ്രതികരണങ്ങൾ, ആ പ്രതികരണങ്ങൾ ഇതുവരെ ഈ UDF സർക്കാർ നടത്തിയിട്ടുള്ള നുണകൾ പൊളിക്കുന്നതിന് വലിയ ഉപകാരമാകും. അപ്പോൾ അത്തരം സന്ദർഭങ്ങൾ ഉണ്ടാകുമ്പോൾ വൈകിയെത്താതെ എത്രയും വേഗം എത്താനുള്ള ശ്രമം നടത്തുക. അല്ലെങ്കിൽ സമൂഹ മാധ്യമങ്ങളിലെങ്കിലും 2 വാക്ക് അതിനെപ്പറ്റി പറയുക. ഇനിയിപ്പോൾ അങ്ങോട്ടേക്ക് വരാൻ കഴിഞ്ഞില്ലെങ്കിൽ പോലും ഒരു വീഡിയോ എടുത്താണെങ്കിലും അദ്ദേഹത്തിന്റെ പേജിൽ ഒന്ന് ഷെയർ ചെയ്യാനെങ്കിലും ശ്രമിക്കുന്നത് എന്തുകൊണ്ട് നല്ലതായിരിക്കും. 3ാമത്തെ കാര്യം കഴിഞ്ഞു. 4ാമത്തെ കാര്യം, സംസ്ഥാനത്ത് വീണ്ടും കാട്ടാൻ ആക്രമണം വർദ്ധിക്കുകയാണ്. മേപ്പാടിയിൽ ഒരു സ്ത്രീ മരിച്ചിരിക്കുന്നു. മലയോര ജാഥ എന്ന പേരിൽ സതീശനൊക്കെ ഇതുമായി ബന്ധപ്പെട്ടൊക്കെ വലിയ യാത്രകളൊക്കെ നടത്തിയതാണ്. മാത്രവുമല്ല കാട്ടാന ആക്രമണത്തിൽ കൊല്ലപ്പെട്ട ആളുടെ ബോഡിയൊക്കെ കൊണ്ടുവന്നപ്പോൾ മുഹമ്മദ് ഷിയാസ് അങ്ങോട്ടേക്ക് ഓടിച്ചെന്ന് കാണിച്ച ഷോയൊക്കെ നമ്മൾ കണ്ടതാണ്. ഇനി അത്തരത്തിലുള്ള പട്ടി ഷോ ഒന്നും ഉണ്ടാകില്ല. അപ്പോ ഈ ഞങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ ഇത്തരം വന്യജീവി ആക്രമണങ്ങളെയൊക്കെ തുരുത്തും എന്ന് പറയുമ്പോഴും ആക്രമണങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു, ജീവൻ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു. അപ്പൊ ആ വിഷയത്തിലൊക്കെ അന്ന് വലിയ രീതിയിൽ ഗർവാണം അടിച്ച ആളുകളായിരുന്നു UDF പ്രതിപക്ഷത്തിരുന്നപ്പോൾ. അപ്പോൾ തീർച്ചയായും ഈ വിഷയത്തിൽ മുഖ്യമന്ത്രി തിരിച്ചടിക്കണം. ഒപ്പം സംസ്ഥാന സെക്രട്ടറി ആയിട്ടുള്ള MV ഗോവിന്ദൻ മാഷും ഈ വിഷയത്തിൽ പ്രതികരണം നടത്തുക, മാധ്യമങ്ങളെ കാണുക എന്ന് പറയുന്നത് നല്ലൊരു കാര്യമാണ്. 5ാമത്തെ കാര്യം എന്താണ്? VD സതീശൻ പ്രധാനമന്ത്രിയെ കാണാൻ ഇന്ന് പോയിരിക്കുകയാണ്. എന്താണ് ഈ പോക്കിന്റെ ഉദ്ദേശം എന്ന് മാധ്യമങ്ങൾ നിരന്തരം ചോദിച്ചു. നമുക്കറിയാം ഇപ്പൊ തന്നെ രത്തൻ കേൽക്കറിനെ പോലുള്ള ആളുകളെയൊക്കെ ഇവിടെ ബംഗാൾ മോഡലിൽ സെക്രട്ടറി ആക്കി VD സതീശൻ വെച്ചിരിക്കുകയാണ്. VD സതീശന്റെ ചുറ്റും നിൽക്കുന്ന ആളുകൾക്കൊക്കെ ഒരു സംഘി ബന്ധവും ഒക്കെ ഉള്ളതാണ്. സ്വാഭാവികമായിട്ട് എന്താണ് പ്രധാനമന്ത്രിയുമായിട്ടുള്ള കൂടിക്കാഴ്ചയുടെ ഉദ്ദേശം എന്ന് ചോദിക്കുമ്പോൾ ഇവിടെ പറയുന്നത് എന്താണ്? VD സതീശൻ അത് നിങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്ത് രസമുള്ളത്, അത് മഹാ തമാശയാണ്, എനിക്കിപ്പോൾ പറയാൻ പറ്റില്ല എന്നൊക്കെയാണ് ഇന്നലെ മാധ്യമങ്ങളുടെ മുമ്പിൽ നിന്ന് പറഞ്ഞത്. സ്വാഭാവികമായും നമുക്കറിയാമല്ലോ പണ്ട് RSS നേതാവായിട്ടുള്ള ഹൊസബല്ലയെ കാണാനായിട്ട് അജിത് കുമാർ പോയത് വലിയൊരു വിഷയമായിരുന്നു ഇവിടെ, അല്ലേ? എന്തായിരുന്നു ദത്താത്രേയെ കാണാൻ പോയത് പിണറായിക്ക് വേണ്ടിയാന്നൊക്കെ പറഞ്ഞ് വ്യാജ വാർത്ത പ്രചരിപ്പിച്ച് VD സതീശൻ സംഘവും കാണിച്ചുകൂട്ടി കാട്ടിക്കൂട്ടലുകളൊക്കെ നമ്മുടെ മുമ്പിലുണ്ട്. അപ്പൊ സ്വാഭാവികമായും ഈ വിഷയമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് പിണറായി വിജയൻ മാധ്യമങ്ങളെ കാണുകയും ഈ ദത്താത്രേയ വിഷയങ്ങളൊക്കെ അവിടെ കോട്ട് ചെയ്യുകയൊക്കെ ചെയ്താൽ വളരെ നന്നായിരിക്കും. 6ാമത്തെ കാര്യം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. ലൈഫ് പദ്ധതി നിർത്തലാക്കിയിരിക്കുന്നത്. ഈ സർക്കാർ അധികാരത്തിൽ വരുമ്പോൾ ആളുകളെ കുടിയൊഴിപ്പിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. പിണറായി വിജയന്റെ കാലഘട്ടത്തിൽ ഭൂമിയുണ്ടോ, ഭൂമിയില്ലാത്തവരുണ്ടോ എന്നൊക്കെ ചോദിച്ചാണ് ഇറങ്ങിയിരുന്നത്. ഭവനരഹിതരായിട്ടുള്ള ആളുകളുണ്ടോ എന്ന് ചോദിച്ചാണ് ഇറങ്ങിയിരുന്നത്. അങ്ങനെ അതൊന്നും ഇല്ലാത്ത ആളുകൾക്ക് അതൊക്കെ ചെയ്തു കൊടുക്കുന്ന ഒരു സർക്കാരെയാണ് നമ്മൾ കണ്ടത്. അങ്ങനെ ലൈഫ് പദ്ധതി കൊണ്ടുവരികയും ലൈഫ് പദ്ധതി വഴി 5.5 ലക്ഷം ആളുകൾക്കാണ് LDF സർക്കാർ വീട് കൊടുത്തത്. അത് നിർത്തലാക്കിയിരിക്കുന്നു. അപ്പോൾ അത് നിർത്തലാക്കുമ്പോൾ സ്വാഭാവികമായും നിർത്തലാക്കി എന്ന് പറയുമ്പോൾ തന്നെ പിണറായി വിജയൻ മാധ്യമങ്ങളെ കാണേണ്ടതായിരുന്നു. അല്ലെങ്കിൽ ഈ വിഷയം സഭ നടക്കുന്നുണ്ടായിരുന്നു, സഭയിൽ അത് എന്തായാലും ഉന്നയിക്കേണ്ടതായിരുന്നു. വരും ദിവസങ്ങളിൽ അദ്ദേഹം ഉന്നയിക്കുമായിരിക്കും. 6ാമത്തെ കാര്യം കഴിഞ്ഞ് 7ാമത്തെ കാര്യം ആശമാരെ പറ്റിച്ചതാണ്. ആശമാർക്ക് 21,000 രൂപയായിട്ട് വർദ്ധിപ്പിക്കുമെന്നാണ് UDF സർക്കാർ പറഞ്ഞിരുന്നത്. ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ 21,000 ആക്കും എന്ന് പറഞ്ഞു. വെറും 3,000 രൂപ മാത്രമാണ് വർദ്ധിപ്പിച്ചത്. അപ്പോൾ പിന്നെ LDF സർക്കാരിന് എന്തിനു വേണ്ടിയായിരുന്നു ഈ പറയുന്ന SUC നേതാക്കളും അതുപോലെ തന്നെ VD സതീശനും ഒക്കെ വലിയ രീതിയിലുള്ള നുണ പ്രചരിപ്പിച്ചിരുന്നത്? ഏറ്റവും കൂടുതൽ ഈ പറയുന്ന ഓണറേറിയം കൊടുത്തിരുന്ന സംസ്ഥാനം അത് കേരളമായിരുന്നു. അത് മുടങ്ങാതെ കൊടുത്തിരുന്നു. എന്നിട്ടും LDF സർക്കാരിനെതിരെ പ്രതിപക്ഷം ആശമാരെന്ന വ്യാജേന സൂസിമാരെ കൊണ്ടുവന്നിറക്കി വലിയ രീതിയിലുള്ള നീക്കങ്ങൾ നടത്തി. അത് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. ഒരിക്കൽ പോലും കേന്ദ്രത്തെ കുറ്റപ്പെടുത്താതെയായിരുന്നു അവരുടെയൊക്കെ ആ സമരം. ഇപ്പൊ ഓണറേറിയം വർദ്ധിപ്പിക്കുന്നു പറഞ്ഞ് അവരെ വഞ്ചിച്ചിരിക്കുന്നു. സ്വാഭാവികമായും മാധ്യമങ്ങളെ അന്ന് തന്നെ പ്രതിപക്ഷ നേതാവ് കാണേണ്ടതായിരുന്നു. ഇനിയാണെങ്കിലും കണ്ടാൽ മതി. ഇനി അടുത്ത കാര്യം എന്താണ്? ഈ ഇന്ദിരാ ഗ്യാരണ്ടിയുമായി ബന്ധപ്പെട്ടുള്ള ഉറപ്പുകളാണ്. ആ ഉറപ്പുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഈ സൗജന്യ യാത്രയാണ് KSRTCയിലെ. അത് 15-ാം തീയതി മുതൽ ജൂൺ 15-ാം തീയതി മുതൽ നടപ്പിലാക്കുമെന്നാണ് സതീശൻ പറയുന്നതെങ്കിൽ പോലും അതിലും കയറി പിടിക്കാറുണ്ട്. കാരണം എല്ലാ ബസ്സുകളിലും ഫ്രീ എന്നല്ലേ പറഞ്ഞിരുന്നത്. പക്ഷെ ഇപ്പോൾ അതിൽ കുറെ കാര്യങ്ങളൊക്കെ എടുത്തുകൊണ്ടിരിക്കുകയാണ്. എല്ലാ ബസ്സിലും ഉണ്ടാകില്ല എന്ന രീതിയിലുള്ള ചില കാര്യങ്ങൾ പുറത്തേക്ക് വരുന്നുണ്ട്. സ്വാഭാവികമായും അങ്ങനെയല്ല എങ്കിൽ പ്രതിപക്ഷ നേതാവ് തീർച്ചയായും മാധ്യമങ്ങളെ കണ്ട് ഈ നുണകൾ പൊളിക്കേണ്ടതുണ്ട്. മറ്റൊരു കാര്യം മോഡിഫിക്കേഷനുമായി ബന്ധപ്പെട്ടാണ്. അത് ഒരിക്കലും VD സതീശൻ ചെയ്യാൻ കഴിയില്ല എന്നുള്ളതാണ്. കേന്ദ്രത്തിന്റെ കയ്യിലിരിക്കുന്ന നിയമമാണ്, കേന്ദ്ര നിയമമാണ്. ആ നിയമം ഒന്നും ഒരിക്കലും സംസ്ഥാന സർക്കാരിനൊന്നും ചെയ്യാൻ കഴിയില്ല. സംസ്ഥാന സർക്കാരിന് ഒരുപാട് പരിമിതികളുണ്ട്. എന്നിട്ടും മോഡിഫിക്കേഷൻ നടത്താൻ പറ്റുമെന്നൊരു നുണ എന്തായാലും VD സതീശൻ പറഞ്ഞു. അത് പറഞ്ഞപ്പോൾ തന്നെ അത് പൊളിക്കേണ്ടതായിരുന്നു. പിന്നെ അതിന്റെ പേരിൽ കുറെ പൂക്കി ചിരിയൊക്കെ പുറത്തേക്ക് വന്നു. അപ്പോഴും പ്രതിപക്ഷ നേതാവ് ആ വിഷയത്തിൽ ഒരു പ്രതികരണം രേഖപ്പെടുത്തിയില്ല. കാരണം ഇത് നടപ്പിലാക്കാൻ പറ്റില്ലാത്തതാണ് എന്ന് നന്നായി തന്നെ കാണിച്ചു കൊടുക്കാൻ കഴിയും. നോക്കൂ,
വടക്കാഞ്ചേരിയിൽ ഒരു 2022 എനിക്ക് തോന്നുന്നു ഒരു അപകടം ഉണ്ടായെന്ന് ഓർക്കുന്നില്ല. മുളന്തുരുത്തി സ്കൂളിൽ നിന്ന് ഒരു പറ്റം കുട്ടികൾ വിനോദയാത്രയ്ക്ക് പോകുന്നതിനിടെ ഈ ബസ് KSRTC ബസ്സുമായിട്ട് കൂട്ടിയിടിക്കുന്നു. അങ്ങനെ 6ഓളം പേർക്കാണെന്ന് തോന്നുന്നു ജീവൻ നഷ്ടപ്പെട്ടതെന്ന് ആ സ്കൂളിലെ അധ്യാപകനടക്കം. ആ KSRTC ബസ്സിലെ 3 പേർക്കും ജീവൻ നഷ്ടപ്പെടുന്നുണ്ട്. അതിന്റെ കാരണമായിട്ട് അന്ന് പറഞ്ഞത് വണ്ടിയുടെ ഓവർ സ്പീഡ് മാത്രമായിരുന്നില്ല, ആ വണ്ടിയിൽ ഒരുപാട് LED ലൈറ്റുകളും അതും ഇതൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ മോഡിഫിക്കേഷൻ ആയിരുന്നു ഒരു വലിയ വില്ലനായി മാറിയത്. അപ്പോ VD സതീശൻ മോഡിഫിക്കേഷൻ ഒക്കെ നടത്താം, അത് നടത്താം, ഇത് നടത്താമെന്ന് പറയുമ്പോൾ വലിയൊരു അപകടം ക്ഷണിച്ചു വരുത്തുന്നുണ്ട്. അപ്പൊ ഇത്തരം സംഭവങ്ങളൊക്കെ കൂട്ടി ചെയ്ത് അതിന്റെ അപകടം ജനങ്ങൾക്ക് മുമ്പിൽ തുറന്നു കാട്ടാൻ പ്രതിപക്ഷത്തിന് കഴിയണം. അങ്ങനെ പ്രതിപക്ഷ നേതാവ് എന്ന് പറയുമ്പോൾ ഇങ്ങനെ തെറിച്ച് എല്ലാ വിഷയങ്ങളിലും ഓടിയെത്തി മാധ്യമങ്ങളെ കണ്ട് എല്ലാം തുറന്നു കാട്ടാൻ പ്രതിപക്ഷ നേതാവിന് കഴിയണം. പിണറായി വിജയൻ അത് കഴിയും. അത് ഉപയോഗപ്പെടുത്തിയില്ലെങ്കിൽ വലിയ ഒരു അപകടത്തിലേക്ക് കൊണ്ടുപോയി എത്തിക്കും. 10 ദിവസം കഴിഞ്ഞിരിക്കുന്നു. പ്രതിപക്ഷത്തിന്റെ ഒരു പെർഫോമൻസ് വലിയ രീതിയിൽ തന്നെ ഉയർത്തേണ്ട സമയമായിരിക്കുന്നു. കഴിഞ്ഞ ദിവസം തന്നെ പെട്രോൾ ഡീസൽ വില വർധനവിനെതിരെ സതീശനെ ട്രോളിയിട്ട പോസ്റ്റ് ജനങ്ങൾ ഏറ്റെടുത്ത് എല്ലാവരും കണ്ടതാണ്. അപ്പോൾ അതുപോലെയൊക്കെ ഫേസ്ബുക്കിൽ മാത്രമല്ല, ഫേസ്ബുക്കിൽ നിന്ന് ഇറങ്ങി ഈ പറയുന്ന മാധ്യമങ്ങളെ കാണേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. അത് തുടങ്ങിയാൽ സതീശനും UDF സർക്കാരും ഇവിടെ കിടന്ന് മൊത്തത്തിൽ ആടി ഉലിയുമെന്ന് പറഞ്ഞു വെക്കുകയാണ്. ഇത്തരം കാര്യങ്ങളിൽ ഇടപെടുന്നത് എന്തുകൊണ്ട് നല്ലതായിരിക്കുമെന്ന് എനിക്ക് തോന്നി. അതുകൊണ്ട് എന്റെ നിർദ്ദേശങ്ങൾ ഞാൻ പങ്കുവെച്ചു എന്ന് മാത്രം. അപ്പോൾ വീണ്ടും കാണാം അടുത്തൊരു വാർത്തയുമായി.